ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഈ എക്സാം എന്ന് പറയുന്നത് ജൂനിയർ ലെക്ചറർ ഇൻ ഭരതനാട്യം ആയിരുന്നു. 2013/394 ആയിരുന്നു ഇതിൻ്റെ കാറ്റഗറി വന്നിരിക്കുന്നത്. ഇതിൻ്റെ എക്സാം നടന്നിരിക്കുന്നത് 2017 മാർച്ച് 16-നായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: നെയിം ദ സോഷ്യോ റിഫോമ അസോസിയേറ്റഡ് വിത്ത് മൂക്കൂത്തി സമരം. മൂക്കൂത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സോഷ്യൽ റിഫോമ ആരാണ്? മൂക്കൂത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സോഷ്യൽ റിഫോമ ആരായിരുന്നു? ഓക്കെ, KP വല്ലൻ, പണ്ഡിറ്റ് കറുപ്പൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അയ്യങ്കാളി. ആരാണ് മൂക്കൂത്തി സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഓക്കെ, ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ഈ മൂക്കൂത്തി സമരം അത് നയിച്ചത്. ഓക്കെ, അത് ഓർക്കുക. അടുത്തത്: വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫിലിം ഈസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കയ്യൂർ റിവോൾട്ട്? കയ്യൂർ റിവോൾട്ട്, കയ്യൂർ സമരം അതിൻ്റെ ബേസിസിൽ ഉണ്ടാക്കിയ സിനിമ ഏതാണ്? കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അതിനെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് വസന്തത്തിൻ്റെ കനൽ വഴികൾ, മീനമാസത്തിലെ സൂര്യൻ, ലാൽ സലാം, കബനി നദി ചുവന്നപ്പോൾ. ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? മീനമാസത്തിലെ സൂര്യനാണ്. മീനമാസത്തിലെ സൂര്യൻ. ഈ മീനമാസത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞ ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് ലെനിൻ രാജേന്ദ്രനാണ്. ലെനിൻ രാജേന്ദ്രൻ. ഓക്കെ, അപ്പോൾ മീനമാസത്തിലെ സൂര്യനാണ് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ലെനിൻ രാജേന്ദ്രനാണ്. ഇനി ഈ കയ്യൂർ സമരം നടന്നത് എന്നാണ്? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. കയ്യൂർ സമരം എന്ന് പറയുന്നത് 1941 മാർച്ച് 28-നായിരുന്നു. മാർച്ച് 28, 1941 കയ്യൂർ സമരം നടന്നത്. ഈ കയ്യൂർ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഈ കയ്യൂർ എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കയ്യൂർ സമരത്തെ തുടർന്ന് ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹമായിരുന്നു സുബ്ബരായൻ. ഈ കയ്യൂർ സമരത്തെ തുടർന്ന് 61 പേരെ ജയിലിലാക്കി. ഇനി ഇതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇതാണ്: അതായത് താഴെ പറയുന്നവയിൽ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെടാത്തതായി ആരാണ്? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് ഒരു എക്സാമിന് 2016 ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ആദ്യം തന്നെ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടത് ആരൊക്കെയാണെന്ന് പറയാം. 4 പേരാണുള്ളത്: മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചീരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഇത്രയും പേരെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ പെടാത്തത് ആരാണെന്ന് ചോദിച്ചത്. ഈ 4 പേരിൽ പെടാത്തത് ഒരാൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും കൂടി ഓർത്തു വെക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഈ കയ്യൂർ സമരചരിത്രം എന്നൊരു കൃതി രചിച്ചിരിക്കുന്നത് ആരാണ്? കയ്യൂർ സമരചരിത്രം രചിച്ചിരിക്കുന്നത് VV കുഞ്ഞമ്പു. VV കുഞ്ഞമ്പു ആണ് ഈ കയ്യൂർ സമരചരിത്രം രചിച്ചത്. അതുപോലെ തന്നെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ട് ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, ചിരസ്മരണ എന്ന നോവൽ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയത് നിരഞ്ജനയാണ് ചിരസ്മരണ എന്ന പേരിൽ ആ നോവൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കയ്യൂർ സമരത്തെ പറ്റി പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം: വിന്നർ ഓഫ് ദ ചൈന ഓപ്പൺ ബാഡ്മിൻ്റൺ സീരീസ് ട്രോഫി 2016. 2016 ചൈന ഓപ്പൺ 2018 ബാഡ്മിൻ്റൺ സീരീസ് ട്രോഫി 2016 നേടിയത് ആരാണെന്നാണ് ചോദിക്കുന്നത്. 2016 ഇത് നേടിയത് PV സിന്ധു ആയിരുന്നു. ഓക്കെ, ഓപ്ഷൻ സി ആയിരുന്നു PV സിന്ധു. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ 2018 വേണം പഠിക്കാനായിട്ട്. 2018 ആരാണ് നേടിയത്? മെൻ സിംഗിൾസ് ആണെങ്കിൽ ആന്റണി സിനിസുക്കി ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ ആന്റണി സിനിസുക്കി ആയിരുന്നു ഇത് മെൻസ് ടൂർണമെൻറ്റിൽ കിട്ടിയത്, മെൻ സിംഗിൾസ് ടൈറ്റിൽ നേടിയത്. അതുപോലെ വിമൻ സിംഗിൾസ് ടൈറ്റിൽ 2018 ചൈന ഓപ്പൺ ബാഡ്മിൻ്റൺ നേടിയത് കരോളിന മാരിൻ ആയിരുന്നു. കരോളിന മാരിൻ സ്പെയിൻകാരിയാണ്. കരോളിന മാരിൻ ആയിരുന്നു അത് നേടിയത്. അതിൻ്റെ ട്രോഫി, ബാഡ്മിൻ്റൺ സീരീസ് ട്രോഫി ചൈന.
അടുത്തത് ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് എഡിറ്റർ ഓഫ് ദ മന്ത്ലി വിവേകോദയം. വിവേകോദയം മാഗസിൻ്റെ അതിൻ്റെ ഫസ്റ്റ് എഡിറ്റർ ആരായിരുന്നു വിവേകോദയത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ? കുമാരനാശാനായിരുന്നു വിവേകോദയത്തിൻ്റെ എഡിറ്റർ. അടുത്തത് വിച്ച് അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ് ഏതാണ്? അതേതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത്? 42nd അമെൻമെൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാർട്ട് 3, പാർട്ട് 2 അങ്ങനെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അമെൻഡ് ചെയ്യപ്പെട്ടതെന്നും അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ 42nd ആണ് കേട്ടോ. 42nd അമെൻമെൻ്റ് ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രീആമ്പിളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു അമെൻമെൻറ്റ് പ്രകാരമാണ്. അടുത്തത് ദ ഫേമസ് നന്ദാദേവി നാഷണൽ പാർക്ക് ഈസ് ഇൻ. നന്ദാദേവി നാഷണൽ പാർക്ക് എവിടെയാണ്? നന്ദാദേവി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി നാഷണൽ പാർക്ക്. അപ്പോൾ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണുള്ളത്, അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാഷണൽ പാർക്ക്, മൈ നോട്ട്ബുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കിൻ്റെയും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതാണ്. വാച്ച് ചെയ്യാം. അടുത്തത് വിച്ച് 5-year പ്ലാൻ ഓഫ് ഇന്ത്യ ഈസ് ഓൾസോ നോൺ ആസ് ഗാഡ്ഗിൽ യോജന? ഏത് 5-year പ്ലാനിനെയാണ് ഗാഡ്ഗിൽ യോജന എന്ന് പറയുന്നത്? ഗാഡ്ഗിൽ യോജന എന്ന് വിളിച്ചത് ഓപ്ഷൻ ഡി, അതായത് 3rd 5-year പ്ലാൻ ആണ് കേട്ടോ. 3ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഗാഡ്ഗിൽ യോജന എന്ന് വിളിച്ചത്. ഗാഡ്ഗിൽ യോജന. അടുത്തത് മാതൃഭൂമി ദ നാഷണൽ മലയാളം ഡെയിലി ബിഗാൻ പബ്ലിക്കേഷൻ ഇൻ. മാതൃഭൂമി ദ നാഷണൽ മലയാളം ഡെയിലി ബിഗാൻ ദ പബ്ലിക്കേഷൻ ഇൻ എന്നാണ് മാതൃഭൂമി പത്രം അത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഏത് വർഷമായിരുന്നു? 1923 1923 അടുത്ത ചോദ്യം ഹൂസ് ബർത്ത്ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? അത് ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻ എ ആണ് മൗലാന അബുൽ കലാം ആസാദ്. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദ് ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നവംബർ 11 ആണ്. നവംബർ 11 അതുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. വിച്ച് ഈസ് ദ ബിഗസ്റ്റ് റിവർ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ബിഗസ്റ്റ് റിവർ ഏതാണ്? അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ഇന്ത്യൻ ഉപദ്വീപിലെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന കൺട്രിയിലെ എന്ന് പറയുവാണെങ്കിൽ അത് ഗംഗാ നദിയാണ്. പക്ഷേ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതേതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതാണ് സിന്ധു നദിയാണ്. അടുത്ത ചോദ്യം 1.25 കോടി മലയാളികൾ ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ. ആരെഴുതിയ ബുക്കാണ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത്? ആരെഴുതിയ ബുക്കാണ്? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് എഴുതിയ ബുക്കാണ് 1.25 കോടി മലയാളികൾ. അടുത്ത ചോദ്യം വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്രോഗ്രാം വാസ് ഇനാഗുറേറ്റഡ് ഓൺ 1st July 2015 ബൈ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി? ഇതിൽ ഏത് പ്രോഗ്രാമാണ് 1st July 2015 പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ജൻ ധൻ യോജന, അടൽ പെൻഷൻ യോജന. അപ്പോൾ 2015 ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്തത് ഡിജിറ്റൽ ഇന്ത്യ ആയിരുന്നു. ഡിജിറ്റൽ ഇന്ത്യ. അടുത്തത് ദ ഫസ്റ്റ് സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പൂർണ്ണമായിട്ടും വൈഫൈ ഉള്ള മുനിസിപ്പാലിറ്റി ഏതാണ്? ദ ഫസ്റ്റ് സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി ഓഫ് ഇന്ത്യ.
ആൻഡ് ദാറ്റ് ഈസ് മലപ്പുറം. ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി ഏതാണ്? മലപ്പുറം. അതും നേരത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ആദ്യമായിട്ട് ഒക്കെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി ഈസ് മലപ്പുറം. ദ ബിഗസ്റ്റ് ഇൻഡിജിനസ്ലി ബിൽറ്റ് വാർഷിപ്പ് ഓഫ് ഇന്ത്യ. The biggest indigenously built വാർഷിപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യ സ്വന്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മേക്ക് ചെയ്ത വാർഷിപ്പ്, അത് ഏറ്റവും വലുത് ഏതാണ്? ആ കൂട്ടത്തിൽ ഏതാണ്? INS ചെന്നൈ. INS ചെന്നൈ ആണ് ദ ബിഗസ്റ്റ് ഇൻഡിജിനസ്ലി ബിൽറ്റ് വാർഷിപ്പ് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, ഫൗണ്ടർ ഓഫ് തിരുവിതാംകൂർ ചേരമാർ മഹാജനസഭ. തിരുവിതാംകൂർ ചേരമാർ മഹാജനസഭ അത് സ്ഥാപിച്ചത് ആരാണ്? തിരുവിതാംകൂർ ചേരമാർ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. പാമ്പാടി ജോൺ ജോസഫ് ആണത് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ദ പ്രോഗ്രാം പഹലെ ഉഡാൻ ഫോർ ചിൽഡ്രൻ ഇൻ 2016? 2016 പഹലെ ഉഡാൻ എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അത് ഏത് ബാങ്കാണ് സ്റ്റാർട്ട് ചെയ്തത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ദ പ്രോഗ്രാം പഹലെ ഉഡാൻ? പഹലെ ഉഡാൻ ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പഹലെ ഉഡാൻ. പഹലി ഉഡാൻ എന്നാണ് കേട്ടോ. പഹലി ഉഡാൻ, പഹലെ എന്നല്ല, പഹലി ഉഡാൻ സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത ചോദ്യം, ഫിദൽ കാസ്ട്രോ ദ ക്യൂബൻ റവല്യൂഷണറി ലീഡർ പാസസ് ഓൺ. അദ്ദേഹം എന്നാണ് അന്തരിച്ചത്? പാസ്ഡ് അവേ ഓൺ November 25, 2016. 2016 November 25 ഫിദൽ കാസ്ട്രോ അന്തരിച്ചത്. വിച്ച് സോഷ്യൽ റിഫോമർ ഈസ് നോൺ ആസ് കേരള ലിങ്കൺ? ഏത് സോഷ്യൽ റിഫോമറാണ് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത്? കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിങ്കൺ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ടീ സ്റ്റേറ്റ്? ടീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ TEA, അതായത് TEA എന്താണ്? ചായപ്പൊടി എന്നുള്ള അർത്ഥത്തിൽ ടീ സ്റ്റേറ്റ്. ആ ഒരു ടീ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന അസാമാണ്. ഓക്കെ, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ ടീ സ്റ്റേറ്റ്? അസാം. അടുത്ത ചോദ്യം, ദ വെന്യൂ ഓഫ് 8th ബ്രിക്സ് സമ്മിറ്റ് വാസ് അറ്റ്? 8th ബ്രിക്സ് സമ്മിറ്റിൻ്റെ വെന്യൂ എവിടെയായിരുന്നു? വെന്യൂ ഓഫ് 8th ബ്രിക്സ് സമ്മിറ്റ്. 8th ബ്രിക്സ് സമ്മിറ്റ് എന്ന് പറയുമ്പോൾ അത് 2016 അല്ലേ 8th ബ്രിക്സ് സമ്മിറ്റ് വരുന്നത്? ദ വെന്യൂ ഓഫ് 8th ബ്രിക്സ് സമ്മിറ്റ് ആൻഡ് ദാറ്റ് വാസ് അറ്റ് എവിടെയായിരുന്നു? ഓപ്ഷൻ സി ആണ്, ഗോവ. ദ വെന്യൂ ഓഫ് 8th ബ്രിക്സ് സമ്മിറ്റ് അത് എവിടെയായിരുന്നു? ഗോവയിലായിരുന്നു. അപ്പം ഇത് 2016 അപ്പോൾ 2018 എവിടെയായിരുന്നു? 2018 അത് 10th ബ്രിക്സ് സമ്മിറ്റ് ആയിരുന്നു 2018 നടന്നത്. അത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു 2018 നടന്നത്. ജോഹനാസ്ബർഗിലായിരുന്നു കേട്ടോ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ബ്രിക്സ് സമ്മിറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ കൺട്രീസ് ചേർന്നാണ് ഈ ബ്രിക്സ് സമ്മിറ്റ് വരുന്നത്? ബ്രിക്സ് സമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കൺട്രീസ് ചേർന്നിട്ടാണ് വരുന്നത്? റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ ആൻഡ് സൗത്ത് ആഫ്രിക്ക. ബ്രിക്സ് എന്ന് ഓർക്കുക. ആദ്യം ബ്രിക്ക് എന്നാണ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ബ്രിക്സ് എന്നുണ്ട്. ഏതാണ്? B for ബ്രസീൽ, R for റഷ്യ, I for ഇന്ത്യ, C for ചൈന ആൻഡ് S for സൗത്ത് ആഫ്രിക്ക. ഇത്രയും കൺട്രീസാണ് വരുന്നത്, 5 കൺട്രീസ്. ഓക്കെ, അപ്പോൾ 2018 എവിടെയാണ് വന്നത്? അത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലാണ് അതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത്. 10th ബ്രിക്സ് ആണ് 2018 നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഷാങ്ഹായ് ആണ് ഈ ബ്രിക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഷാങ്ഹായ്. അപ്പോൾ 2018 എവിടെയായിരുന്നു? നടക്കാൻ പോകുന്നതല്ല, 2018 എവിടെയായിരുന്നു? അത് ജോഹനാസ്ബർഗിലായിരുന്നു. ഓക്കെ,
ഇനി ഈ ബ്രിക്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് ഈ 4 കൺട്രീസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഏതൊക്കെയാണ്? ബ്രസീലും റഷ്യയും ചൈനയും ഇന്ത്യയായിരുന്നു ബ്രിക് എന്നാണ് അത് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇപ്പോൾ ബ്രിക്സിൻ്റെ ഒരു ഏഷ്യൻ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബ്രിക്സ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിക്സ് ബാങ്ക് എന്ന് പറയുന്നതും അതുപോലെ ഷാങ്ഹായ് തന്നെയാണ് അതിൻ്റെയും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഷാങ്ഹായ് തന്നെയാണ്. ഇനി ബ്രിക്സ് 9th ബ്രിക്സ് ആണെങ്കിൽ അത് ചൈനയിലെ സിയാം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു 9th ബ്രിക്സ് സബ്മിറ്റ് വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക. താങ്ക് യു.